കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന പിങ്കിയുടെ കഴുത്തില് വീണ്ടും താളി ചാർത്തുന്ന അർജുനെയാണ്. അപ്പൊ പിങ്കി ചില തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് വീണ്ടും അർജുൻ പിങ്കിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത്. അതോടൊപ്പം തന്നെ പിങ്കിയെ കാണാൻ സാന്ദ്ര വരുന്നു. പിന്നീട് ഇന്ത്യവരത്തിലെ നല്ല ആകാനായിട്ട് പിങ്കി ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. പിങ്കിയുടെ സ്വഭാവം നമുക്കറിയാം. അത് എത്രമാത്രം സത്യമാണ് അല്ലെങ്കിൽ അത് കള്ളമാണെന്ന് നമുക്ക് കണ്ടറിയണം. കാരണം പിങ്കി ഇതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് പിങ്കിനെ അങ്ങോട്ട് കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിച്ചു കൂടാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണുന്നേ. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അർജുൻ മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പിങ്കി അങ്ങോട്ട് കടന്നു വരുന്നത്. പിന്നീട് അർജുൻ പറഞ്ഞു, അതെ എനിക്ക് പോകണം, എനിക്ക് നിനക്ക് ഡിവോഴ്സ് തന്നിട്ട് പോകണം, എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം, എനിക്കിവിടെ തുടരാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, ഞാൻ കാരണമാണ് അർജുൻ പോണേന്ന് ചോദിക്കണം. നിനക്കറിയാലോ പിങ്കി, ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആള് നീയാണ്. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് അർജുൻ ഈ വീട് വിട്ടിറങ്ങുന്നെങ്കിൽ വേണ്ട, ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ആള് ഞാനാ, ഞാൻ പൊക്കോളാന്ന് പറയാണ്. ഇനിയിപ്പോൾ ഞാൻ കാരണം ഒരു കാരണവശാലും അർജുൻ ഈ വീട് വിട്ടിറങ്ങാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, പിങ്കി എന്താ പറയണേ, ഈ പിങ്കി ഒരു വർഷക്കാലം ഇവിടെ വിധവയെ പോലെ ജീവിച്ചെന്ന് പറഞ്ഞില്ലേ, പിന്നെയും വേണമെങ്കിൽ ഇനി പിങ്കിക്ക് തുടരാവുന്നുള്ളൂ, പക്ഷേങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയാം. എനിക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. കാരണം ഈ ഒരു വർഷക്കാലം ഞാൻ ഒരുക്കിയ വേദന സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, അറിയാവോന്ന് ചോദിക്കാം. പിങ്കി പറഞ്ഞു, അതിന് കാരണക്കാരി ഞാനാണോ? ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, പിന്നല്ലാതെ ഒരു പരിധി വരെ പിങ്കി തന്നെയാണ്. എല്ലാവരും കൂടെ എന്നെ ചേർന്ന് ചതിക്കുമെന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം എന്നെ പോലെ അല്ല ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു കുടുംബജീവിതമാണ്. അങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് തന്നെ. അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ആദ്യരാത്രിയിൽ മുറിയിലേക്ക് കയറിയിരുന്നത്. ആ സമയത്ത് പിങ്കി കാമുകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥാനത്തെന്നല്ല എൻ്റെ സ്ഥാനത്ത് ഞാനല്ല വേറെ ഏതൊരു പുരുഷനാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തുള്ളൂ. പക്ഷെ എനിക്ക് വേണേൽ പിങ്കിയോട് ചോദിക്കായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. കാരണം കാമുകന്റെ സ്ഥാനത്തേക്കിനെ സ്വന്തം ഏട്ടനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി. ആ ഒരു നിമിഷം എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് വിട്ടിറങ്ങിയത് തന്നെ. പിങ്കി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അർജുൻ എന്തുകൊണ്ട് എന്നോട് തുറന്നു ചോദിച്ചില്ല, എന്നോട് തുറന്ന് സംസാരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഒരിക്കലും ഇടവരില്ലായിരുന്നു എന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്നെ വേണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ, എന്നെ ഡിവോഴ്സ് ചെയ്യാനായിരുന്നെങ്കിൽ അന്നേ പറയുമായിരുന്നെങ്കിൽ ഈ ഒരു വർഷക്കാലം ഞാൻ ഈ കുടുംബത്തിലൊരു വിധവയെ പോലെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് അർജുനോട് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ പിങ്കി ഈ വീട്ടിൽ നിന്നേ, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിങ്കി അന്നും എന്നും ഗൗതമേട്ടനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, ശരിയാ. അർജുൻ പറഞ്ഞു, ഒരു പക്ഷേ ശരിയായിരിക്കും. എനിക്ക് ഗൗതം ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വാക്ക് പാലിക്കാണ്ട് ഗൗതത്തിന് സാധിച്ചില്ല. പക്ഷേങ്കിൽ അതിന്റെ പേരിൽ ഇത്രയും കാലം ഞാൻ നീറി കഴിയുമായിരുന്നു. എൻ്റെ മനസ്സെന്താ ആരും മനസ്സിലാക്കാത്തേ. എപ്പോഴും അർജുനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, എന്നെ കുറിച്ച് പറയുന്നില്ല. എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഒരാളെ സ്നേഹിച്ച് അയാളെ മാത്രം വിവാഹം കഴിക്കോളെന്ന് പറഞ്ഞ് വന്നയാളാണ് ഞാൻ. പക്ഷെ സ്വന്തം അനിയന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് നിങ്ങളുടെ ഏട്ടൻ. അത് നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെ കാല് പിടിച്ച് പറഞ്ഞ, പക്ഷേങ്കിൽ സ്വന്തം അനിയന്റെ ജീവിതം ഒരു കാരണവശാലും നശിക്കരുത്, അവൻ നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്നും പറഞ്ഞോടെ മാറത്തന്നെ. എന്നിട്ടോ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം രണ്ട് വഴിക്കായി പോയില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം അർജുൻ പറഞ്ഞു, എനിക്കറിയാം ഗൗതമേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം അതുകൊണ്ട് മാത്രമാണ് ഗൗതമേട്ടൻ സ്നേഹിച്ച പെണ്ണിനെ പോലും എനിക്ക് വിട്ടു തന്നത്. പക്ഷെ ഗൗതമേട്ടനെ കുറ്റപ്പെടുത്താനും പറ്റില്ലെന്ന് പറയാം. ഈ സമയം പിങ്കി പറഞ്ഞു, അല്ല എനിക്ക് ഡിവോഴ്സ് തരാനല്ലേ വന്നത്. ഡിവോഴ്സ് തരാനാണെങ്കിൽ അർജുൻ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതന്നെ നടക്കട്ടെ എന്ന് പറയാം. അർജുൻ പറഞ്ഞു, അല്ല ഡിവോഴ്സ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. കാരണം പിങ്കിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കിവിടെ തന്നെ താമസിക്കാൻ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ഞാനില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ താമസിക്കാനോ യാതൊരു താല്പര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അർജുൻ, എനിക്ക് കുറച്ച് സമയം വേണം ഒന്നാവാനായിട്ട്. ആ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഒരുപക്ഷെ മാറുമായിരിക്കും. എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചേക്കും. അപ്പം അത്രയും സമയം എനിക്ക് വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, എത്ര സമയം വെള്ളം എടുത്തു, അതൊന്നും വഴി കുഴപ്പമില്ല. പക്ഷേങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു മറുപടി കിട്ടണമെന്ന് പറയാം. പിന്നീട് ശരി എന്നാൽ പിങ്കി ഉറങ്ങിക്കോ, വെറുതെ ഇനി ഉറക്കളയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അർജുൻ എന്ത് ചെയ്യുവാണ്, അർജുൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം പിങ്കി ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യണമെന്നൊരു പിങ്കിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. പിന്നീട് രാത്രി തന്നെ സാന്ദ്രനെ വിളിക്കുകയാണ്. സാന്ദ്രനെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് അർജന്റായിട്ട് കാണണമെന്ന് പറയാം. എന്താ പിങ്കി, നാളെ തന്നെ നീ ഇങ്ങോട്ട് വരണം, എനിക്ക് നിന്നെ കാണണമെന്ന് പറയാം. ശരി ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സാന്ദ്ര വരുവാണ് വീട്ടിലേക്ക്.
സാന്ദ്ര എന്താ പിങ്കി, നിനക്ക് എന്താ കാര്യം, നിനക്ക് എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ പിങ്കി സാന്ദ്രനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. മാറിപ്പോയിട്ട് പറഞ്ഞു, അതെ ആകെപ്പാടെ പ്രശ്നത്തിലായിരിക്കുക. എന്ത് പറ്റി? അർജുൻ വന്നെന്ന് പറയണം. അർജുൻ വന്നോ? എപ്പം? അതൊന്നും പറയണ്ട, നന്ദയുണ്ടല്ലോ അവളാ പോയി കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയണം. ഇതിപ്പോ വലിയ പണിയായല്ലോ പിങ്കി, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. വല്യമ്മ എന്നെ വന്ന് ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ അർജുനെ സ്നേഹിക്കണമെന്നും പറഞ്ഞ്. സ്നേഹിച്ച എനിക്ക് ഇനിയിപ്പം അർജുനെ ഇനിയിപ്പോൾ വശത്താക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ ഈ കുടുംബത്തിലെ കാർന്നോത്തി ഞാനായിരിക്കുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് അർജുനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗൗതം തന്നെയാ. എനിക്ക് ഗൗതമിനെ കിട്ടണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇത് കേട്ടോ സാന്ദ്ര, നീ എന്ത് പൊട്ടത്തരയൊക്കെ പറയുന്നേ? ഇപ്പൊ നിനക്ക് ദൈവമായിട്ട് കൊണ്ടു തന്നിരിക്കുന്ന ചാൻസാ. ഇപ്പൊ നന്ദ എന്താ ചെയ്തേ? ഗൗതം സാറിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹം പിടിച്ചു പറ്റുമല്ലേ? അല്ല, ഗൗതം സാറിനെ സ്നേഹിക്കുന്ന പോലെയല്ല, ഗൗതം സാറിനെ സ്നേഹിച്ച് ഗൗതം സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കുകയല്ലേ ചെയ്തേ. അപ്പൊ അതുപോലെ നിനക്ക് സാധിക്കും. നീ പക്ഷേങ്കിൽ ഇവിടെ അർജുനെ സ്നേഹിക്കണ്ട, സ്നേഹിക്കുക നന്നായിട്ട് അഭിനയിച്ചാൽ മതി. നിന്റെ വല്യമ്മ പറഞ്ഞ പോലെ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ നീ അർജുന്റെ എല്ലാം കൊണ്ടും ഭാര്യയാവ്. എന്നിട്ട് വേണം നീ തകർക്കാനായിട്ട്. നീ കുടുംബത്തെ എന്ന് പറഞ്ഞാൽ നീ ആ നന്ദേനെ തകർക്കാനായിട്ട് ഇന്ത്യ വരത്തിൽ നിന്ന് അവളെ ഇറക്കി വിടണം. നന്ദേനെ ഗൗതവും തമ്മിൽ അകറ്റണം. അതിന് നിനക്ക് കഴിയില്ലെന്ന് ചോദിക്കുക. അല്ല നീ എന്താ ഉദ്ദേശിച്ചേ? നിനക്ക് ഇത്രയായിട്ട് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഗൗതമനെ നന്ദനെ അകറ്റണമെങ്കിൽ നീ അർജുനും ഒന്നിക്കുന്നതായിട്ട് അഭിനയിച്ചാൽ മാത്രമേ അവരെ തമ്മിൽ അകറ്റാൻ പറ്റുള്ളൂ എന്ന് പറയാം. നീ അർജുനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുവാണെങ്കിൽ അല്ല അർജുന് തന്നെ തോന്നണം നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന അവൻ വിശ്വസിക്കുള്ളൂ. പിന്നെ ബാക്കി ആരും പറയുന്ന അവൻ വിശ്വസിക്കില്ല. ഒരു ഭർത്താവിനെ മാറ്റിയെടുക്കാനായിട്ട് ഭാര്യയ്ക്കേ സാധിക്കുള്ളൂ അവൻ്റെ മനസ്സ് കീഴടക്കാനായിട്ട്. ശരി, അങ്ങനെ സാന്ദ്ര പറയുന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ അനുസരിക്കാൻ തന്നെ പിങ്കി തീരുമാനിക്കണം. കാരണം അവൾ ഒരു കാര്യമില്ലാതെ പറയത്തില്ല. ഇത് തന്നെയല്ല വല്യമ്മ ഈ കാര്യം തന്നെ പറഞ്ഞേ, അർജുനെ സ്നേഹിക്കണം. പിന്നീട് സാന്ദ്ര അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ നേരെ അരുന്ധതിയുടെ അടുത്തേക്ക് വന്നു. അരുന്ധതിയുടെ അടുത്ത്, അതെ ഇനി എങ്ങനെ പിങ്കിനെ അർജുനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അവരുടെ കാര്യത്തിൽ ഉടനെ എന്ത് തീരുമാനം എടുക്കണമെന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയാം. അല്ല എന്താ ഏടത്തിയുടെ മനസ്സിലെ കാര്യം എന്താന്ന് ചോദിക്കണം. അതെ അറിയാലോ, അവന് താലി കെട്ടാൻ നേരത്തെ ഒരു കാരണവശാലും പിങ്കി സമ്മതത്തോടു കൂടി എല്ലാവരും ഇരുന്നു കൊടുത്തത്. പിങ്കിയുടെ മനസ്സിൽ വേറെ പല ചിന്തകളുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇനി അവർ രണ്ടുപേരും ഒന്നിക്കണം. നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഒന്നുകൂടെ അവര് ഏതൊരു ക്ഷേത്രത്തിൽ പോയി മാലയിട്ട് അവര് പുതിയ ജീവിതത്തിലേക്ക് കടക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് കൊള്ളാം, പക്ഷെ ഇതിന് പിങ്കി സമ്മതിക്കുമോ? പിങ്കി മോളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയാണ്. ഇത്രയൊന്നും കാലത്തെ പോലെയല്ല, ഇനി അവർ നല്ലൊരു ജീവിതമാണ് അവർക്ക്. ഇത്ര ഒരു വർഷത്തിന് ശേഷം അർജുൻ മടങ്ങിയെത്തിരിക്കുക. ഇനി അവൻ തിരിച്ചു പോകാതിരിക്കുകയാണെങ്കിൽ ഇനി പിങ്കിനെ കൊണ്ട് അതിന് സാധിക്കുള്ളൂ. അപ്പൊ പിങ്കി അർജുൻ ഒന്നായാൽ മാത്രമേ അർജുൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അരുന്ധതി നേരെ പോവാണ്. അങ്ങനെ അരുന്ധതി നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അർജുൻ്റെ അടുത്തേക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു, ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അർജുൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അരുന്ധതി, മോനെ നിനക്കായിട്ട് ദൈവമായിട്ട് കൊണ്ടു തന്ന പിങ്കി മോളെ, നീ അവളുടെ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കരുത്. അവൾ പാവ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അവൾക്ക് ഒരു കാലത്ത് ഒരാൾ മനസ്സിലുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും അവളുടെ മനസ്സിൽ അവനൊന്നുമില്ല. നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ. ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് നീ ഡിവോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിങ്ങൾ രണ്ടുപേരും ഒന്നാവണം. കുറെ കാലത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നല്ലേ. ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ടുമില്ല. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നുകൂടെ മാലയിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കയറണം പറയാം. ഇത് കേട്ടപ്പോൾ അർജുനൊരു ഞെട്ടലുണ്ടായി. ഇനിയും ഒന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടോ മോൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല വല്യമ്മേന്ന് പറയണം. അല്ല ഇതിനെക്കുറിച്ച് പിങ്കിയോടെ സംസാരിച്ചു എന്നൊക്കെ ചോദിക്കണം. പറഞ്ഞില്ല, ഞാൻ പിങ്കിയോട് സംസാരിക്കണമെന്ന് പറയണം. അങ്ങനെ അരുന്ധതി നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പിങ്കിയുടെ അടുത്ത് എന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ വിവാഹം കഴിക്കണം. ഏതൊരു ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ തോതിൽ തന്നെ മാലയിട്ട് വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കി ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ അടുത്തത് പറഞ്ഞു, മോൾക്കറിയാലോ ഞാൻ മോളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മോളുടെ മനസ്സിൽ ഇഷ്ടക്കേണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മോൾ ഇവിടെ ചില സമയത്ത് അഭിനയിച്ചാൽ മതിയാവുള്ളൂ. അഭിനയിച്ചാൽ മാത്രം നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടായിട്ട് മോൾക്ക് സാധിക്കുള്ളൂ. മോൾക്ക് ഈ കുടുംബത്തിന് കാർന്നോത്തിയാണ്ടേ. പിന്നെ അറിയാലോ, മോളെ ഈ പരിവാക്കി വിട്ടത് ആരാ? നന്ദയല്ലേ. അവളോടുള്ള പ്രതികാരം ചെയ്യണമെങ്കിൽ മോൾക്ക് ഏറ്റവും പറ്റിയ അവസരം ഇതെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കിക്ക് വന്ന് ശരിയാണ്, അപ്പോൾ ഒരു നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പിന്നീട് കുടുംബത്തിലെല്ലാവരോടും ഈ കാര്യം പറയാണ് അരുന്ധതി. അങ്ങനെ എല്ലാവർക്കും സമ്മതമായിരുന്നു. പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയി അർജുൻ നേരെ പിങ്കിയുടെ കഴുത്തി മാല അണിയിക്കുന്നുണ്ട്. മാല അണിച്ച് വീണ്ടും അവർ ഒന്നുകൂടെ വിവാഹിതരാകുവാണ്. ഈ സമയം അർജുൻ്റെ മനസ്സിൽ 100 പ്രതീക്ഷകളായിരുന്നു. പക്ഷെ പിങ്കിയുടെ മനസ്സിൽ അങ്ങനെയല്ല.
പിങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നേ ഇത് വെറും ഒരു അഭിനയം മാത്രമാണ്, എനിക്ക് ഗൗതമിനെ സ്വന്തമാക്കാനുള്ള ഒരു അഭിനയം മാത്രമാണെന്ന് പറഞ്ഞോണ്ടാ പിങ്കി ഇതിനെല്ലാം നിന്നു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയണ്ടേ? പിങ്കിയുടെ നാടകം ഇനി എത്രത്തോളം വരെ പോവും, അർജുൻ അത് കണ്ടുപിടിക്കോ, അതോ ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അർജുനും പിങ്കിയും തമ്മിൽ ഒരുപക്ഷെ സ്നേഹത്തിലാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അഭിനയിക്കുവാണെങ്കിലും കുറെ നാൾ അഭിനയിച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഒറിജിനലായിട്ടുള്ള ഇഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പിങ്കിയുടെ സ്വഭാവമാണ്, അവൾ പെട്ടെന്നൊന്നും അങ്ങനെ പത്തി നാത്തി ഓടുന്നവളല്ല. കാരണം നന്ദയെ എങ്ങനെയും തകർക്കാന്നുള്ളത് മാത്രമാണ് പിങ്കിയുടെ ഏക ലക്ഷ്യം. പിന്നീട് ഗൗതമിനെ സ്വന്തമാക്കാന്നൊക്കെയുള്ള. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.